ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറേവി ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് കൂടി കടന്നുപോകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയിലെ തീരപതനത്തിന് ശേഷം വീണ്ടും തെക്കൻ തമിഴ്നാട് തീരത്ത് പ്രവേശിക്കുമെന്നാണ് പ്രവചനം. കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ്. കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിലെ പ്രവചനമനുസരിച്ച് ഡിസംബർ 4 പുലർച്ചെ തെക്കൻ തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്ന ചുഴലിക്കാറ്റ് ഉച്ചയോടുകൂടി കേരളത്തിലേക്കും പ്രവേശിക്കും. ചുഴലിക്കാറ്റ് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചതായും സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഡിസംബർ 3 മുതൽ 5 വരെ ഇത് തുടരുമെന്നാണ് കരുതുന്നത്. കടൽ പ്രക്ഷുബ്ധമാവാനും സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയ്ക്ക് അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനുമുള്ള മുന്നറിയിപ്പുള്ളതിനാൽ ചുഴലിക്കാറ്റ് കടന്നുപോകുന്നതുവരെ ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി ഇത് സംബന്ധിച്ച തീരുമാനങ്ങളെടുക്കാൻ പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിസംബർ 3 മുതൽ 5 വരെ അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഡിസംബർ 5 വരെയാണ് വിലക്ക്. ഡിസംബർ 3-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടും കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. നാവികസേനയും സജ്ജമാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. നെയ്യാർ, കല്ലട, കക്കി ഡാമുകളുടെ സംഭരണശേഷി 80% കുറയ്ക്കും. സഹായത്തിനായി കൺട്രോൾ റൂമിലെ 1077 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 48 മണിക്കൂറിൽ ആരും അനാവശ്യമായി വീടിന് പുറത്തിറങ്ങരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കടലിലോ ജലാശയങ്ങളിലോ ഇറങ്ങരുത്. കളക്ടറേറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങി. നമ്പർ 1077. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ 48 വില്ലേജുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ ജില്ലാ കളക്ടർ ഡോ നവജ്യോത് ഖോസ റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഈ പ്രദേശങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ പ്രത്യേക സംഘം നിരീക്ഷണം തുടങ്ങി. താലൂക്ക് അടിസ്ഥാനത്തിൽ 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ചുഴലിക്കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ. ജില്ലയുടെ മലയോര തീരമേഖലകളിൽ നിന്നും ആവശ്യമെങ്കിൽ ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ ക്രമീകരണങ്ങൾ സജ്ജമാക്കി. കക്ഷിഭേദമന്യേ തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹന അനൌൺസ്മെന്റിനൊപ്പം ചുഴലിക്കാറ്റും മഴയും സംബന്ധിച്ച വിവരങ്ങളും മുന്നറിയിപ്പുകളും കൂടി നൽകാനും ധാരണയായി. എല്ലാ താലൂക്കുകളിലും ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾ സംഭരിച്ചു. താലൂക്കുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നു. എല്ലാ താലൂക്ക് ഓഫീസുകളിലും 30-ാം തീയതി മുതൽ തന്നെ വാഹനവും 5-അംഗ സംഘവും സജ്ജമാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 18-അംഗ സംഘം അണക്കെട്ടും പ്രകൃതിക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങളും സന്ദർശിച്ചു. പോലീസ് ഡിസാസ്റ്റർ കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കനത്ത കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പോലീസ് സേന സുസജ്ജമാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥരും ഓഫീസർമാരും ഏത് സമയവും തയ്യാറായിരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ മേഖലകളിൽ സംഭവിച്ചേക്കാവുന്ന വൈദ്യുതി സംബന്ധമായ തകരാറുകൾ അറിയിക്കുന്നതിന് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചതായി കെഎസ്ഇബി അറിയിച്ചു. കേരളത്തിൽ ഇന്ന് 6316 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദാംശങ്ങളിലേക്ക്. മലപ്പുറം 822, കോഴിക്കോട് 734, എറണാകുളം 732, തൃശൂർ 655, കോട്ടയം 537, തിരുവനന്തപുരം 523, ആലപ്പുഴ 437, പാലക്കാട് 427, കൊല്ലം 366, പത്തനംതിട്ട 299, വയനാട് 275, കണ്ണൂർ 201, ഇടുക്കി 200, കാസർഗോഡ് 108 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56,993 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.08 ആണ്. 28 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5539 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 634 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല.
മാത്രമല്ല. 45 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5924 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ്, 5, 6, 16 സബ് വാർഡ്, കണിയാമ്പാറ്റ സബ് വാർഡ് 4, തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്ത് 18, 19, ഇളങ്കൺ 14 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 26 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 479 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്തെ കോവിഡ്-19 പരിശോധനാ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇറക്കിയ കോവിഡ് പരിശോധനാ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുബന്ധമായാണ് ചിലത് കൂട്ടിച്ചേർത്ത് പുതുക്കിയത്. കോവിഡ് വ്യാപനത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മതിയായ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. എറണാകുളം ജില്ലയിൽ ഇന്ന് 732 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 585 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 5 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 140 പേരുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. 7 മരണങ്ങൾ ഇന്ന് സ്ഥിരീകരിച്ചു. 443 പേർ രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 884 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 368 പേരാണ്. 30 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 5422 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസുകളും രജിസ്റ്റർ ചെയ്തു. കൊല്ലം ജില്ലയിൽ ഇന്ന് 366 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നും വന്ന 2 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിയ ഒരാൾക്കും സമ്പർക്കം മൂലം 358 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 2 പേർക്കും 3 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 390 പേർ രോഗമുക്തി നേടി. വയനാട് ജില്ലയിൽ ഇന്ന് 275 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 107 പേർ രോഗമുക്തി നേടി. 271 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 4 പേർ ഇതര സംസ്ഥാനത്ത് നിന്നും വിദേശത്ത് നിന്നുമായി എത്തിയതാണ്. 10 പേരുടെ സമ്പർക്ക ഉറവിടം ലഭ്യമല്ല. ഇതോടെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 11,170 ആയി. 9,665 പേർ ഇതുവരെ രോഗമുക്തരായി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ഊർജിതമാക്കി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്താൻ 5 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഓരോ പ്രദേശങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തിയും തെരഞ്ഞെടുപ്പ് കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികൾ പരിഹരിച്ചുമാണ് സ്ക്വാഡിന്റെ പ്രവർത്തനം. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ പോസ്റ്റ് ബാലറ്റ് പേപ്പർ നൽകുന്നതിനായി തയ്യാറാക്കുന്ന സർട്ടിഫൈഡ് ലിസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ 13,795 പേർ. ഇവർക്ക് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് നൽകുന്ന നടപടിക്ക് തുടക്കമായി. കോവിഡ് പോസിറ്റീവ് രോഗികളും ക്വാറന്റൈനിൽ കഴിയുന്നവരുമായ വോട്ടർമാർക്ക് സ്പെഷ്യൽ തപാൽ ബാലറ്റ് വിതരണം ചെയ്യുന്നതിനായി കണ്ണൂർ ജില്ലയിൽ 116 ടീമിനെ നിയോഗിച്ചു. ഒരു സ്പെഷ്യൽ പോളിംഗ് ഓഫീസറും 1 സ്പെഷ്യൽ പോളിംഗ് അസിസ്റ്റന്റും 1 പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഒരു ടീമിൽ ഉണ്ടാവുക. ഇന്ത്യയുടെ തീരസുരക്ഷയ്ക്ക് നാവികസേന പൂർണ്ണ സജ്ജമെന്ന് ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ AK ചൌള. പുറത്തുനിന്നുള്ള ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള കഴിവ് നാവികസേനയ്ക്കുണ്ടെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റന്നാൾ ആരംഭിക്കുന്ന നാവികസേന വാരാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു അദ്ദേഹം വാർത്താലേഖകരെ കണ്ടത്. ദക്ഷിണ നാവിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 40 രാജ്യങ്ങളിലെ നാവികർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകി. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പൽ 2022 ആദ്യത്തോടെ കമ്മീഷൻ ചെയ്യാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. CAG റിപ്പോർട്ട് സംബന്ധിച്ച വിഷയം എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ട സ്പീക്കറുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി തോമസ് ഐസക്. കൊല്ലം പ്രസ് ക്ലബ്ബിൽ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കാര്യങ്ങൾ വിശദമാക്കാൻ അവസരം കിട്ടുന്നത് നല്ല കാര്യമാണ്. ഈ വിഷയത്തിൽ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന പ്രശ്നമില്ല. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാനുള്ള ഗൂഢപദ്ധതി പൊളിച്ചുകാട്ടാനുള്ള അവസരമാണ് ലഭിക്കുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ VD സതീശൻ MLA നൽകിയ അവകാശ ലംഘന നോട്ടീസ് വിഷയം ഈ മാസം 4-ന് നിയമസഭാ പ്രിവിലേജ് ആന്റ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുമെന്ന് സമിതി ചെയർമാൻ A. പ്രദീപ് കുമാർ MLA പറഞ്ഞു. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് പറഞ്ഞു. മുന്നണി വിട്ടതുകൊണ്ട് തങ്ങൾക്ക് നഷ്ടമല്ല നേട്ടമാണുണ്ടായതെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും അസീസ് വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ ജംഷഡ്പൂരിനെതിരെ ഹൈദരാബാദിന് 1 ഗോളിന് മുന്നിൽ. മത്സരം ഗോവയിലെ പനാജിയിൽ തുടരുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും വിരമിച്ചവർക്കുമായി ആയുർവേദ, യോഗ, പ്രകൃതി ചികിത്സാ വിഭാഗങ്ങൾക്ക് കീഴിൽ ഡേ കെയർ തെറാപ്പി കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള ശുപാർശയ്ക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി. ആയുർവേദ, യോഗ, പ്രകൃതി ചികിത്സാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡേ കെയർ കേന്ദ്രങ്ങളെ കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതിക്ക് കീഴിൽ
ഉടൻ തന്നെ ഉൾപ്പെടുത്തും CGHSന് കീഴിൽ അലോപ്പതി ചികിത്സാ വിഭാഗത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന ഡേ കെയർ തെറാപ്പി കേന്ദ്രങ്ങളുടെ മാതൃകയിൽ ആകും ഇവ. പ്രത്യേക വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വാർത്തകൾ ഇനി നാളെ രാവിലെ 6:45-ന്.